ന്യൂനതകളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ജീവിതം മനോഹരമാവണമെന്നുണ്ടെങ്കിൽ ചിലത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കല് അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ക്ലാസ് ഒന്നുമില്ല, മറിച്ച് ഞാനൊരു എക്സാം നടത്താൻ പോവുകയാണ്. വിദ്യാർത്ഥികൾ ആകാംക്ഷയോട് കൂടിയിട്ട് എക്സാമിന് തയ്യാറായി ഇരിക്കുമ്പോൾ അധ്യാപകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു A4 ഷീറ്റ് വിദ്യാർത്ഥികൾക്ക് നേരെ കൊടുക്കുകയാണ്. ആ A4 ഷീറ്റിൽ ചെറിയ ഭാഗത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് അധ്യാപകൻ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ആ പേപ്പറിൽ എന്താണ് കാണുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വർണ്ണിക്കാം. ഓരോ വിദ്യാർത്ഥികളും സാഹിത്യ സംസ്കൃതമായ വാചകത്തിൽ ആ ബ്ലാക്ക് ഡോട്ടിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങുന്നു. സമയം കഴിഞ്ഞ് അധ്യാപകന് പേപ്പറൊക്കെ തിരിച്ചു വാങ്ങി നോക്കിയതിനു ശേഷം നിരാശയോടുകൂടി വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്, എല്ലാവരും പരാജയപ്പെട്ടു. സങ്കടത്തോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകനോട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ഞങ്ങൾ പരാജയപ്പെടും? അധ്യാപകൻ പറയാണ്, ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു ബ്ലാക്ക് ഡോട്ടുള്ള ഒരു A4 ഷീറ്റ് തന്നു. അത് നിങ്ങളെല്ലാവരും ആ ബ്ലാക്ക് ഡോട്ടിനെ കുറിച്ച് വർണ്ണിച്ചു, അതിമനോഹരമായിട്ട് വർണ്ണിച്ചു. പക്ഷേ നിങ്ങൾ കാണാത്ത മറ്റൊരു സൈഡ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഡോട്ടിൽ കൂടുതൽ ആ പേപ്പറിൽ ഉണ്ടായിരുന്നത് വെള്ള സൈഡായിരുന്നു. നിങ്ങളെല്ലാവരും ബ്ലാക്ക് ഡോട്ടിനെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ ആ വെളുത്ത വശം നിങ്ങൾ ആരും കണ്ടില്ല. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. നെഗറ്റീവിനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, നമ്മളിങ്ങനെ സങ്കടപ്പെടുമ്പോൾ, ഓവർ തിങ്ക് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു വശമുണ്ട്. നമ്മളെ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ നമുക്കുള്ളത് പോസിറ്റീവ്സ് ആണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ സങ്കടപ്പെടാന്നല്ലാതെ നമ്മുടെ നെഗറ്റീവിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. ജീവിതം മനോഹരമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മനോഹരമാവുള്ളൂ.